ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, ഒരിക്കലും കള്ളം പറഞ്ഞുകൂടാ. കളിയിലും പറയരുത്, കാര്യത്തിലും പറയരുത്, കുട്ടികളോടും പറയരുത്, മുതിർന്നവരോടും പറയരുത്. വെറുതെ പറഞ്ഞതാണ് എന്നൊരു വർത്തമാനം നമ്മിൽ നിന്ന് വരരുത്. അല്ല, അപ്പൊ നിങ്ങൾ ഇന്നലെ പറഞ്ഞതോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ കാര്യമായിട്ട് പറഞ്ഞാണ്. അല്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്. എന്താണ് ഈ വെറുതെ? എന്താണ് ആ വെറുതെ എന്ന് പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനം? എന്താ? കളവെന്നല്ലാതെ അപ്പുറം എന്ത് പറയാനാണ്? അങ്ങനെ ഉണ്ട് ഒരു വർത്താനം, വെറുതെ പറഞ്ഞു എന്നുള്ളൊരു വർത്താനം. കാര്യമായത് പറയണം, കള്ളം പറയരുത്. തമാശക്ക് പോലും പറയരുത്. ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ ഒരു കുട്ടിയെ വിളിക്കുകയാണ്, മോനെ വാ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. കുട്ടി എത്ര ആയിട്ടും വരുന്നില്ല. വരാതിരിക്കുമ്പോൾ വാപ്പം ചെയ്തു, കുട്ടി കൊണ്ട് വരണ്ടേ, അതിനുപ്പ ഒരു പണി ചെയ്തു. ഉപ്പ പോക്കറ്റിൽ കൈയിട്ടിട്ട് മോനെ വാ എന്ന് പറഞ്ഞു ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ. അപ്പോൾ കുട്ടി വിചാരിച്ചു ഉപ്പാൻ്റെ പോക്കറ്റിൽ ചോക്ലേറ്റോ കാര്യമായിട്ടെന്തോ ഉണ്ട്. അപ്പം അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടി ഓടി വരികയാണ്, എന്തെങ്കിലുമൊക്കെ തരാൻ വേണ്ടിയല്ല ഇങ്ങനെ കൈയിട്ട്. അങ്ങനെ കുട്ടി ഓടിയെത്തി. ഓടി എത്തണം എന്നാണ് ഉപ്പാൻ്റെ ലക്ഷ്യം. ലക്ഷ്യത്തിന് വേണ്ടി ഉപ്പ കൈയിട്ടു. കൈയിട്ടത് മോഹിപ്പിച്ചത് കുട്ടിയുടെ മനസ്സിൽ മോഹിപ്പിച്ചു, എന്തെങ്കിലുമൊക്കെ തരാനല്ലേ, എങ്ങനെ കൈയിട്ടത് വെറുതെ ആകൂലെന്നല്ലേ. കുട്ടി ഓടി വന്നു, കൈ വലിച്ചെടുത്ത് നോക്കുമ്പോൾ കയ്യേ ഉള്ളൂ, ഉള്ളിലൊന്നുമില്ല. എന്നാൽ അതൊരു കളവാ. എന്നാൽ ആ പഠിപ്പിച്ചതൊരു കളവാണ്, ആ പകർന്നു നൽകിയതൊരു കളവാണ്. കളവ് പഠിപ്പിക്കാൻ പാടില്ല, കളവ് ശീലിപ്പിക്കാൻ പാടില്ല. തമാശക്ക് പോലും അങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് ചിരിക്കാനോ രസിക്കാനോ പാടില്ല. പറയുന്ന വാക്കുകൾ, നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ കാര്യബോധമുള്ളതാകണം. കളവിൻ്റെ ലാജന ഉണ്ടാകാൻ പാടില്ല. അതിൽ കൃത്യമായിട്ട് പറയണം.